നാടകീയമായ ഒരു സുരക്ഷാ നീക്കത്തിനാണ് അങ്കാറ അന്താരാഷ്ട്ര വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് സൈനിക വിമാനത്തിലെന്ന് റിപ്പോർട്ട്. സന്ദർശനത്തിന് ശേഷമുള്ള മടക്കയാത്ര വെറുമൊരു ഔദ്യോഗിക യാത്രയായിരുന്നില്ല, മറിച്ച് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികളെയും ലോക മാധ്യമങ്ങളെയും ഒരുപോലെ വിസ്മയിപ്പിച്ച കബളിപ്പിക്കൽ തന്ത്രമായിരുന്നു അത്. സുരക്ഷാ ഭീഷണികൾ കാരണം ലോകത്തിന്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയെ ഒരു കാറ്ററിംഗ് ട്രക്കിൽ ഒളിപ്പിച്ച് മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റിയെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരും പോലും അറിയാതെ അക്ഷരാർത്ഥത്തിൽ ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന സുരക്ഷാ നീക്കമാണ് തുർക്കിയിൽ അരങ്ങേറിയത്. എന്തുകൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടത്തിന് ഇത്രയധികം മുൻകരുതലുകൾ എടുക്കേണ്ടി വരുന്നത്? തുർക്കി ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഇറാനുമായുള്ള സംഘർഷാവസ്ഥകളും അമേരിക്കൻ ഇസ്രായേൽ നീക്കങ്ങൾക്കെതിരെ ടെഹ്റാനിൽ നിന്നുള്ള കടുത്ത മുന്നറിയിപ്പുകളും ട്രംപിന്റെ ജീവന് ഗുരുതരമായ ഭീഷണി ഉയർത്തിയിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ സീക്രട്ട് സർവീസിന് ലഭിച്ച രഹസ്യ വിവരപ്രകാരം ട്രംപിന്റെ തുർക്കി സന്ദർശനം ശത്രു രാജ്യങ്ങളുടെ റഡാറിലുണ്ടായിരുന്നു. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ട്രംപിനെ ലക്ഷ്യമിട്ട് വ്യോമമാർഗമോ വിമാനത്താവള പരിസരത്തോ വെച്ച് ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് പെന്റഗണെയും വൈറ്റ് ഹൌസിനെയും ഈ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് ആസൂത്രിതമായ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കപ്പെട്ടത്. ഈ യാത്രയുടെ മറ്റൊരു കൗതുകം അമേരിക്കയിലേക്ക് ഖത്തർ സമ്മാനമായി നൽകിയ പുതിയ ബോയിങ് 747-8 എയർഫോഴ്സ് 1 വിമാനമായിരുന്നു. ഈ അത്യാധുനിക വിമാനത്തിലെ ട്രംപിന്റെ ആദ്യത്തെ വിദേശ യാത്രയായിരുന്നു ഇത്. അമേരിക്കയിൽ നിന്ന് തുർക്കിയിലേക്കുള്ള യാത്രയ്ക്ക് ഈ പുതിയ വിമാനമാണ് ഉപയോഗിച്ചതെങ്കിലും മടക്കയാത്രയിൽ സുരക്ഷാ കാരണങ്ങളാൽ മറ്റൊരു തന്ത്രമാണ് അധികൃതർ പ്ലാൻ ചെയ്തത്. തുർക്കിയിലെ നേറ്റോ ഉച്ചകോടിക്ക് ശേഷം ബ്രിട്ടനിലേക്ക് മടങ്ങിയത് നേരത്തെ ഉപയോഗിച്ചിരുന്ന പഴയ എയർഫോഴ്സ് 1 വിമാനത്തിലായിരുന്നു എന്നാണ് ഔദ്യോഗിക വിവരം. എന്നാൽ ഇതൊരു വലിയ കെണിയാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ട്രംപ് ഈ പഴയ വിമാനത്തിൽ കയറിയെങ്കിലും പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ അന്താരാഷ്ട്ര വ്യോമയാന ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അങ്കാറ വിമാനത്താവളത്തിൽ നടന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു നാടകമാണ്. കാറിലെത്തിയ ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും മുന്നിൽ വെച്ച് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിന്റെ പടവുകൾ കയറി അകത്തേക്ക് പോയി. ജനങ്ങളെയും മാധ്യമങ്ങളെയും അഭിവാദ്യം ചെയ്തതിനു ശേഷമായിരുന്നു ഈ കയറ്റം. ട്രംപ് വിമാനത്തിനകത്തേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ മാധ്യമപ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥരും വിമാനത്തിലേക്ക് കയറുന്ന തിരക്കിലായി. ഈ തക്കത്തിന് വിമാനത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഭക്ഷണ സാധനങ്ങൾ കയറ്റിവിടാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ കാറ്ററിംഗ് ട്രക്ക് ഹൈഡ്രോളിക് സംവിധാനത്തിലൂടെ ഉയർത്തി നിർത്തിയിരുന്നു. ട്രംപിനെയും ഏതാനും ഉറ്റ അനുയായികളെയും ഈ കാറ്ററിംഗ് ട്രക്കിന്റെ ക്യാബിനിലേക്ക് രഹസ്യമായി മാറ്റി. തുടർന്ന് ട്രക്ക് താഴെ ഇറക്കുകയും അവിടെ നിന്ന് കുറച്ചകലെയായി കാത്തുനിന്ന എയർഫോഴ്സ് C-32A എന്ന ചെറു സൈനിക ജെറ്റിലേക്ക് ട്രംപിനെ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. ഒടുവിൽ ട്രംപ് സഞ്ചരിച്ച യഥാർത്ഥ വിമാനമായ C-32A സൈനിക ജെറ്റ് ബ്രിട്ടനിൽ ആദ്യമെത്തി ലാൻഡ് ചെയ്തു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ട്രംപ് ഉണ്ടെന്ന് എല്ലാവരും കരുതിയ പഴയ എയർഫോഴ്സ് 1 വിമാനവും ബ്രിട്ടനിൽ വന്നിറങ്ങി. ഡെക്കോയ് വിമാനമായി ഉപയോഗിച്ച ആ പഴയ വിമാനത്തിന്റെ പടവുകളിലൂടെയാണ് ട്രംപ് പിന്നീട് പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കൻ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപ് 2000-ൽ അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റനും പാകിസ്ഥാനിലേക്കുള്ള യാത്രയിൽ സമാന രീതിയിൽ ഔദ്യോഗിക വിമാനം ഒഴിവാക്കി മറ്റൊരു എക്സിക്യൂട്ടീവ് ജെറ്റിൽ രഹസ്യമായി യാത്ര ചെയ്തിട്ടുണ്ട്. എങ്കിലും ആധുനിക കാലത്ത് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് ഇത്തരം ഒരു കാറ്ററിംഗ് ട്രക്ക് തന്ത്രം പയറ്റിയത് വലിയ ചർച്ചയായിരിക്കുകയാണ്.